അങ്ങനെ നമ്മുടെ കണ്ടസ്റ്റൻസുകളെല്ലാം തന്നെ ഹൗസിലോട്ട് കയറി. ആദ്യമായി കയറിയത് കോമണറായിട്ടുള്ള അനീഷാണ്. പിന്നെ നമ്മുടെ ഇസക്കുട്ടീനെ സ്റ്റേജിലോട്ട് വിളിച്ചു. കുഞ്ഞിനെ ലാലേട്ടനൊന്ന് എടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ രണ്ടാമതായി ഹൗസിലോട്ട് കയറാൻ വേണ്ടി വന്നത് അനുമോളാണ്. അതിനുശേഷം ആര്യൻ, പിന്നെ വന്നത് കലാഭവൻ സരിക, അതിനുശേഷം അക്ബർ ഖാൻ വന്നു. പിന്നെ RJ ബിൻസിയാണ് ഹൗസിലോട്ട് കയറിയത്. അതിനുശേഷം ഒനിൽ സാബു, ബിന്നി സെബാസ്റ്റ്യൻ, പിന്നെ ബിന്നി സെബാസ്റ്റ്യന് ശേഷം അഭിലാഷ്, സീരിയൽ ആർട്ടിസ്റ്റായ അഭിലാഷ്, അതിനുശേഷം റെന ഫാത്തിമ, പിന്നെ മുൻഷി രഞ്ജിത്ത്. അടുത്തതായിട്ട് വന്നിരുന്നത് ഹിന്ദിയിലെ എക്സ് കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള ജിസേൽ താക്ര, പുള്ളിക്കാരിയാണ് കയറിയത്. പിന്നീട് ആങ്കർ ഷാരിക വന്നു, ഷാനവാസ്, നെവിൻ, ആദില എന്നൂറ, ശൈത്യ സന്തോഷ്, രേണു സുധി, ഏറ്റവും അവസാനമായിട്ട് അപ്പാനി ശരത്തും കയറി. ഈ ഒരു ഓർഡറിലാണ് കണ്ടസ്റ്റൻസുകളൊക്കെ ഹൗസിലോട്ട് കയറിയത്. വന്ന ദിവസം തന്നെ നമ്മുടെ കോമണർ അനീഷ് ഒന്ന് വെറുപ്പിച്ചോ എന്നൊരു ഡൗട്ട്. എന്നുവെച്ചാൽ ആൾക്കാരോടൊന്നൊരു മറ്റു കണ്ടസ്റ്റൻ്റോടൊന്ന് ഉടക്കുന്ന രീതിയിലൊരു പെരുമാറ്റം. എന്താണെന്നറിയില്ല, ക്യാമറ സ്പേസ് കിട്ടാൻ വേണ്ടിയാണോ എന്നറിയില്ല. പിന്നെ നമ്മുടെ ഹിന്ദി എക്സ് കണ്ടസ്റ്റൻ്റായ ജിസേൽ താക്ര, പുള്ളിക്കാരി അത്ര ഫെമിലിയർ അല്ലാത്തതുപോലെ എല്ലാവരും മുഖഭാവം ആരാന്നുള്ളൊരു ഇത് എല്ലാവരും കാണിക്കുന്നുണ്ടായിരുന്നു. അക്ബർ ഖാനൊക്കെ അറിയാത്ത ഭാവത്തിൽ ആരാന്നുള്ള രീതിയിലൊക്കെ നിൽക്കുന്നു. ചിലപ്പോൾ ഫെമിലിയർ അല്ലാത്തതുകൊണ്ടായിരിക്കും. പിന്നെ രേണുസുതി കുറച്ചൊന്ന് ഡ്രമാറ്റിക്കായോ എന്നൊരു ഡൗട്ട്. വീട്ടിലോട്ട് കയറുമ്പോൾ തന്നെ സുധിച്ചേട്ടാ ഞാൻ വന്നു എന്നൊക്കെയുള്ള ഡയലോഗൊക്കെ അടിച്ച് ഒരു സെൻറ്റിമെൻറ്റ്സ് ഇടയിലൂടെ ഇട്ടോന്നൊരു തോന്നൽ, അത് വേണ്ടിയിരുന്നില്ല. എന്തായാലും എല്ലാവരും കയറി. ഓരോരുത്തർ അവരുടെ ഗെയിം ഫസ്റ്റ് ഡേ തന്നെ സ്റ്റാർട്ട് ചെയ്യാനും തുടങ്ങി.